ഊതൽ ടാസ്ക്. ഒരു ബൗള് നിറയെ കടലാസ് കഷ്ണങ്ങൾ കൊടുത്തുകൊണ്ട് ആ ബൗളിലെ കടലാസ് കഷ്ണങ്ങൾ ഊതിക്കളയണം. അങ്ങനെ ബൗള് കാലിയാക്കണം. കടലാസ് കഷ്ണങ്ങൾ മുഴുവൻ ഊതിക്കളഞ്ഞുകൊണ്ട് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് മുഴുവൻ ഊതിക്കളയുന്ന ടീമായിരിക്കും വിജയിക്കുക. അപ്പോൾ ഫസ്റ്റ് മത്സരിച്ചത് നെക്സ്റ്റ് ടീമാണ്. നെക്സ്റ്റ് ടീമിൽ നിന്ന് മത്സരിക്കാനായിട്ട് വന്നത് അർജുനാണ്. അർജുനും അഭിഷേകും. അർജുൻ്റെ ഊതൽ എൻ്റെ പൊന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഒരു ഒന്നൊന്നര ഊതലായിരുന്നു. അവിടെ ആ ബോളിലത്തെ ആ കടലാസുകൾ ഇങ്ങനെ കയറുന്ന പറക്കാന്ന് പറയില്ലേ, അത്രയും ഇതിലാണ് അത് പറഞ്ഞിരുന്നത്. ഓരോ ഊതല്ലാതെ എങ്ങനെ പറഞ്ഞിരുന്നതെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അത്രയും അതിരസകരമായിട്ടാണ് അർജുൻ ആ ടാസ്ക് ചെയ്തത്. അതിനിടയിൽ ബ്രീത്ത് ഒന്ന് കുറഞ്ഞു തോന്നിയപ്പോൾ മറ്റുള്ളവരാണ് പറഞ്ഞത് അർജുന് മാറാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, അർജുൻ മാറി അഭിഷേക് ചെയ്യട്ടെ എന്ന്. രണ്ടുപേർക്കാണ് മത്സരിക്കാൻ കഴിയുന്നത്, മാറി മാറി. അങ്ങനെ അഭിഷേക് വന്നു. അഭിഷേക് 2 ഊതൽ ഊതുമ്പോഴേക്കും അർജുൻ പറഞ്ഞു മാറിക്കോ എന്ന് വെച്ചാൽ അഭിഷേക് കൊണ്ട് പറ്റുന്നില്ല. അർജുൻ വന്ന് 1 മിനിറ്റ് 10 സെക്കൻഡ് മറ്റാണ് അവരെടുത്തത്. ആ കംപ്ലീറ്റ് ബോളിലത്തെയും കടലാസ് കഷ്ണങ്ങൾ ഊതി കളഞ്ഞു എന്ന് പറയാം. രണ്ടാമതായിട്ട് അവിടെ മത്സരിച്ചത് ടണൽ ടീമാണ്. ടണൽ ടീം അവിടെ മത്സരിക്കാൻ അപ്സരയും സായുമാണ് വന്നത്. 2 പേരും കൂടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു. എന്നിരുന്നാലും 2 മിനിറ്റ് 6 സെക്കൻഡ് കൊണ്ടാണ് അവരത് ഊതി കളഞ്ഞത്. പിന്നീട് മൂന്നാമതായിട്ട് വന്നത് ഡെൻ ടീമാണ്. ഡെൻ ടീമിൽ നിന്ന് മത്സരിക്കാനായിട്ട് വന്നത് ജിൻഡോയും നന്ദനയുമാണ്. അവരുടെ ടീമിലാകെ 2 പേരുള്ളൂ. 2 പേരുമാണ് മത്സരിച്ചത്. പക്ഷെ എങ്ങനെ ഊതിയിട്ടും കടലാസ് പോകുന്നില്ല. കുറെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ കാണിച്ച് ഊതുന്നുണ്ടായിരുന്നു. ഒരു 7 മിനിറ്റും സംതിങ് 7:19 മറ്റോ ആണ് എടുത്തത്. 7 മിനിറ്റോളം എടുത്തു ആ കടലാസ് ഊതിക്കളയാൻ. 7 മിനിറ്റിൽ കൂടുതൽ എടുത്തു. അപ്പോഴാണ് നന്ദനയ്ക്ക് ആ ഊതി തലകറക്കം വന്നത്. കണ്ണ് ഇരുട്ട് കയറിയെന്ന് തോന്നുന്നു. അവിടെ മെഡിക്കൽ റൂമിലേക്കൊക്കെ കൊണ്ടുപോകേണ്ട സ്ഥിതി വന്നു നന്ദനയ്ക്ക്. പക്ഷെ പിന്നീട് ഓക്കെ ആയിട്ട് നന്ദന തിരിച്ചു വന്നു. പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല, നെക്സ്റ്റ് ടീമിന്റെ വിജയം എന്ന് പറയുന്നത് അതിമനോഹരമായ വിജയമായിരുന്നു. എല്ലാവരും അവിടെ അർജുനെ പ്രശംസിക്കുന്നുണ്ടായിരുന്നു. ഊതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഊതൽ, എങ്ങനെയാണ് ഇങ്ങനെ ബ്രീത്ത് എടുത്ത് ഊതാൻ പറ്റുന്നത്, അത്രയും ഇതിലാണ് അർജുൻ അവിടെ ചെയ്തിരുന്നത്. അതെല്ലാവരും എടുത്തു പറയുന്നുണ്ടായിരുന്നു.